ആലപ്പുഴ ജില്ലയിൽ നമുക്ക് അല്പം അമ്പലപ്പുഴ പാൽപ്പായസം കുടിച്ചതുകൊണ്ട് തുടങ്ങാം. യെസ്, അമ്പലപ്പുഴ അതിശക്തമായ മത്സരം നടക്കുന്ന ആലപ്പുഴ ജില്ലയിലെ മണ്ഡലം എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ജി സുധാകരൻ കളം മാറിയതോടുകൂടി അതിശക്തമായ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമായി ആലപ്പുഴ മാറിയിട്ടുണ്ട്. ആ മണ്ഡലത്തിൽ എച്ച് സലാമും ജി സുധാകരനും നേർക്ക് നേർ വരുമ്പോൾ ആർക്കായിരിക്കും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്വാധീന ഘടകമായി വർത്തിക്കാൻ കഴിയുക? ആരായിരിക്കും മുമ്പിൽ എന്നാണ് അറിയാൻ പോകുന്നത്. ഇപ്പൊ ജി സുധാകരൻ UDFന്റെ പിന്തുണയുള്ള സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിലാണ് അവിടെ പ്രചരണം നടത്തുന്നത്. 2014 മുതലുള്ള ലോക്സഭാ മണ്ഡലങ്ങളുടെ ഫലം നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അവിടെ UDFനാണ് മേൽക്കൈ. പക്ഷേ നോക്കൂ, LDF 16,000, അതിനുശേഷം 22,000, കഴിഞ്ഞ തവണ 11,000. അതാണ് 3 തെരഞ്ഞെടുപ്പിലും, നിയമസഭയിലെ 3 തെരഞ്ഞെടുപ്പിലും അവിടെ LDF വിജയിച്ചു. ഇത്തവണ എന്താകും? തീർച്ചയായിട്ടും നമുക്ക് ആ പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് കടക്കാം. അമ്പലപ്പുഴയിൽ ആരാണ് മുമ്പിൽ എന്ന ചോദ്യത്തിന്റെ ഉത്തരം ഇപ്പോൾ സ്ക്രീനിൽ തെളിയും. അമ്പലപ്പുഴയിൽ ആരാണ് മുമ്പിൽ? സുധാകരൻ 47.70, എച്ച് സലാം 49.96. നോക്കൂ, BJPയുടെ സ്ഥാനാർത്ഥി 10.34. അനിരുദ്ധൻ, അതായത് ഇന്നത്തെ ആദ്യ ഫലസൂചനയിൽ LDFന്റെ സിറ്റിംഗ് സീറ്റായ അമ്പലപ്പുഴ ജി സുധാകരനിലൂടെ UDF പിടിച്ചെടുക്കുമെന്നുള്ളതാണ്. അതെ, അവിടെ ഒരു ഏതാണ്ട് 6% ഉള്ള ഒരു ലീഡാണ്. അതായത് ഒരു കംഫർട്ടബിൾ ലീഡ് അല്ലെ അഖിൽ? എങ്ങനെയാണ് ഇതിനെ നമുക്ക് പറയാൻ പറ്റുന്നത്? 5.74%. 5.74 എന്ന് പറഞ്ഞാൽ അതൊരു കംഫർട്ടബിൾ. നിലവിൽ നമ്മളിപ്പോൾ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചു, മത്സരത്തിന്റെ ആദ്യഘട്ടവും കഴിഞ്ഞു. ഈ ഒരു സാഹചര്യത്തിൽ ജി സുധാകരനോട് ഒരു മുൻതൂക്കമുണ്ട്. അത് അനുഭാവി വോട്ടുകളിൽ, ഞാൻ പറഞ്ഞു കേഡർ വോട്ടുകളല്ല, CPMന്റെ അനുഭാവി വോട്ടുകളിൽ ജി സുധാകരന് മുൻതൂക്കമുണ്ട്. BJP വോട്ടുകളിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സംസ്ഥാനത്ത് NDA അധികാരത്തിൽ വരണമെന്നും അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ ചോദ്യങ്ങളോട് നമ്മൾ ചോദിക്കുമ്പോൾ BJPക്ക് അനുകൂലം പറയുന്നവർ സുധാകരൻ സാർ അനുകൂലമായി BJP വോട്ടുകളോടെ പ്രതികരിക്കുന്നു. ഇത് എത്രമാത്രം BJPയുടെ ഞാൻ ഫീൽഡ് വിസിറ്റ് നടത്തിയൊരു സ്ഥലമാണ്. അതിൽ വളരെ കൃത്യമാണ് ഈ ട്രെൻഡ് അവിടെയുണ്ട്. നോക്കൂ, ഇതിൽ കാണേണ്ട ഒരു കാര്യം, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് 16% വോട്ടുണ്ടായിരുന്ന മണ്ഡലമാണ്. എന്ന് മാത്രമല്ല, ശോഭാ സുരേന്ദ്രൻ ലോക്സഭയിലേക്ക് മത്സരിച്ചപ്പോൾ 29% വോട്ടുണ്ടായിരുന്ന മണ്ഡലമാണ്. അതായത് AMആരിഫിനേക്കാൾ വെറും 110 വോട്ട് മാത്രം പിന്നിലായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രന്റെ ഇവിടുത്തെ വോട്ട്. അങ്ങനെ ഇരിക്കെ 10% NDAയുടെ വോട്ട് ഷെയർ താഴ്ന്നുണ്ട്. എന്താണ് അതിനർത്ഥം? ജി സുധാകരൻ തന്നെ പറഞ്ഞല്ലോ, എനിക്ക് BJPയിൽ നിന്ന് ഇത്ര വോട്ട് കിട്ടും എന്ന് പറഞ്ഞു. ഇതടക്കം അവിടെ ചർച്ചാ വിഷയമാണ്. സ്വാഭാവികമായും ജി സുധാകരന് നമ്മുടെ ഈ ട്രെൻഡ് അനുസരിച്ച് എല്ലാ വിഭാഗം ആളുകളിൽ നിന്നും രാഷ്ട്രീയ ഭേദമന്യേ എല്ലായിടത്തു നിന്നും വോട്ടുകൾ കിട്ടുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. UDFന്റെ മൊത്തം വോട്ട്, കുറച്ച് CPM വോട്ട്, പിന്നെ BJP വോട്ട്. അപ്പോൾ ഒരു ഹിന്ദു ഹൃദയ സാമ്രാട്ടായി ജി സുധാകരൻ അവിടെ വരികയാണ് എങ്കിൽ ഈ ട്രെൻഡിലേക്ക് വരാം. 47.70 എന്ന വോട്ട് മാർജിനിലേക്ക് വരാം. ആ ഒരു രീതിയിൽ ജി സുധാകരനും എച്ച് സലാമും തമ്മിലുള്ള മത്സരം എന്ന രീതിയിൽ അമ്പലപ്പുഴയിൽ മാറിയിട്ടുണ്ട്. ഒരുപക്ഷെ അതായിരിക്കാം നേരത്തെ പറഞ്ഞതുപോലെ BJP വോട്ടിൽ ഒരു അല്പം കുറവ് വന്ന് 10.34% എത്തുന്നത്. ശരി, അമ്പലപ്പുഴയുടെ ട്രെൻഡ് എങ്ങനെയാണ് എന്ന് നമ്മൾ പരിശോധിച്ച ആദ്യത്തെ മണ്ഡലത്തിൽ അമ്പലപ്പുഴയിൽ UDFന് മേൽക്കൈ. നിലവിലെ LDFന്റെ സിറ്റിംഗ് സീറ്റ് UDF പിടിച്ചെടുക്കാം എന്നാണ് ഈ അഭിപ്രായ സർവേയിലെ ആദ്യത്തെ ഫലസൂചന പറയുന്നത്.